നമസ്കാരം. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാതെ സിന്ധു നദീജല കരാറുമായി ഇനി മുന്നോട്ടു പോകാനാകില്ല എന്ന നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുകയാണ്. കരാർ നിർത്തിവച്ചിരിക്കുന്നു എങ്കിലും നിലവിലെ നിലപാടിൽ നിന്നും യാതൊരുവിധ മാറ്റവും ഇല്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു. ഇതോടെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട തീസ്ത നദീജല പദ്ധതിയിലുള്ള ഇന്ത്യയുടെ നിലപാട് അവരെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. കഴിഞ്ഞ ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പകൽഗാമിൽ 26 സാധാരണക്കാരുടെ മരണത്തിന് ഇടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാനുമായുള്ള നദീജല കരാർ നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. ചോരയും നീരും ഒരുമിച്ച് ഒഴുകില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻ പ്രസ്താവന ആവർത്തിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ തങ്ങളുടെ മണ്ണിൽ നിന്നും ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കാതെ ഈ വിഷയത്തിൽ ചർച്ചയ്ക്കില്ല എന്ന നിലപാട് ഇന്ത്യ ഉറപ്പിച്ച് വ്യക്തമാക്കിയത്. ഇന്ത്യ കരാർ നിർത്തിവെച്ചതോടെ വലിയ ജലപ്രതിസന്ധിയാണ് പാകിസ്ഥാൻ നേരിടുന്നത്. പ്രത്യേകിച്ച് അവരുടെ കാർഷിക മേഖലകളാണ് സിന്ധ് ബലൂചിസ്ഥാൻ പ്രവശ്യകളെ ഇത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. ഇതേ തുടർന്ന് ഇന്ത്യ വെള്ളത്തെ ഒരു തന്ത്രപരമായ ആയുധമായി ഉപയോഗിക്കുകയാണ് എന്ന ആരോപണം ഉന്നയിച്ച് പാകിസ്ഥാൻ നേതാക്കൾ രംഗത്തെത്തി. സിന്ധു നദി പാകിസ്ഥാന്റെ ജീവനാഡിയാണെന്നും അതിനെ ഒരു ആയുധമാക്കാൻ ഇന്ത്യയുടെ കൈകളിൽ വിട്ടുകൊടുക്കില്ല എന്നാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭുട്ടോ വ്യക്തമാക്കുന്നത്. അയൽ രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു ടാപ്പ് തുറക്കുന്നതും അടയ്ക്കുന്നതും പോലെയാണ് വെള്ളം നിയന്ത്രിക്കുന്നതെന്നും പാകിസ്ഥാനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഒഴുക്കില്ലെന്നും അദ്ദേഹം പറയുകയാണെന്നാണ് പാക് വാർത്താവിനിമയ മന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നിലപാടാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഇന്ത്യയുടെ ശക്തമായ മറുപടി. ബംഗ്ലാദേശിലെ തീസ്ത നദീ സമഗ്ര മാനേജ്മെന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചൈനയുമായും ബംഗ്ലാദേശ് സഹകരിക്കാൻ ധാരണയായ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ തങ്ങളുടെ നിലപാട് തുറന്നു പറഞ്ഞത്. എന്തായാലും ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ വികസന സഹകരണം പരസ്പര വിശ്വാസത്തിലും കൃത്യമായ ചർച്ചകളിലും അധിഷ്ഠിതമാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീസ്ത നദിയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിന് കൂടുതൽ വിഹിതം വേണമെന്നാണ് അവരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ചൈന സന്ദർശിച്ച വേളയിൽ തീസ്ത പദ്ധതി രാജ്യത്തിന്റെ മുൻഗണനയാണ് എന്നും ഏതു വിധേനയും ഇത് നടപ്പിലാക്കുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഈ വിഷയത്തിലുള്ള ഇന്ത്യയുടെ ആശങ്കകളും നിലപാടുകളും ഇതിനകം തന്നെ ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നും വരും ദിവസങ്ങളിൽ മാറ്റങ്ങൾ നിരീക്ഷിച്ചായിരിക്കും ഇന്ത്യയുടെ അടുത്ത നീക്കമെന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. എന്തായാലും പാകിസ്ഥാന്റെ ഈ ഭീകരവാദത്തെ പിന്തുണച്ചുള്ള നിലപാട് തുടരുകയാണെങ്കിൽ ഈ പദ്ധതിയിൽ യാതൊരുവിധ മാറ്റവും ഇന്ത്യ വരുത്തില്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തം.